ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ, ദേവി നാരായണ. മണ്ണൂർ ശ്രീ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 4ാം ഭാഗം ഭക്തർക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. ഈ ഭാഗത്ത് രുക്മിണി സ്വയംവര ചടങ്ങുകൾ കാണാം. ഹരി ഓം. കാമവരം വിദ്വാമനൈത്വാജമാനദാസോധവേന സർവേശാഗമദർശിതം സുരാരാധ്യസ്മാരാധ്യ വിഷ്ണും സർവേശ്വരേശ്വരം യോ പ്രണീതേ മനോദ്രാഹ്യമസത്വാൽ കമനീഷ്യസൗ അക്രൂരഭവനം കൃഷ്ണസഹരാമോദ്ധവ പ്രഭു കിഞ്ചിത് ചികീർഷയൻ പ്രാകാരക്രൂരപ്രിയകാമ്യാം സദാ നരവരശ്രേഷ്ഠാനാരാദ്വീക്ഷ്യ സ്വബാന്ധവാൻ പ്രത്യുദ്ധായ പ്രമുദിത പരിശുദ്ധ്യാഭ്യനന്ദത നനാമകൃഷ്ണം രാമം ച സതൈരഭ്യഭിവാദിതാം പൂജയാമാസു വിധിവൽ കൃതാ സമരിഗൃഹാൻ പാദാവനേ ച നീരാപോ ധാരയൻ ശിരസാ നൃപ അർഹണേനാംബരൈ ദിവ്യൈ ഗന്ധസ്രഗ്ഭൂഷണോത്തമൈ ആശ്ചേത്വാ ശിരസാനമ്യപ പദാവങ്കികടവും വ്രജൻ വൃശ്യാവരദോ ക്രൂര കൃഷ്ണരാമാവഭാഷതാം ദൃഷ്ട്യാ പാപോഹതകംസ സാനുഗോമിതം കുലം ഭവദ്ഭ്യാമുദ്ധൃതം ഗൃഹാച സമേതിതം യുവാം പ്രധാനപുരുഷോ ജഗദ്ധേതു ജഗന്മയോ ഭവദ്ഭ്യാം ന വിനാകിഞ്ചനേ പരമസ്തേ ന ചാപരം ആത്മസൃഷ്ടമിതം വിശ്വമന്വാ വിശ്വസ സ്വശക്തിഭിः യദേ ബഹുധാ ബ്രഹ്മൻ ശ്രവത്യക്ഷഗോചരം യഥാ ഹി ഭൂതേഷു ചരാചരേഷു മഹീയാദയോ യോനിഷു ഭ്രാന്തിനാനാം ഏവം ഭവാൻ കേവലാത്മയോനിഷു ആത്മാത്മതന്ത്രവിഭാതി സിദ്ധ്യസ്യ ധോലംബസുധാസി വിശ്വം നിരസ്തമ സത്വഗുണൈः സുശക്തിഭിः ന വൈദ്യസേ തദ്ഗുണകർമ്മഭിർവാ ജ്ഞാനാത്മനസ്തേ കുജബന്ധഹേതു ദേഹാദിബാധേര വിരൂപിതത്വായി ഭവോ ന സാക്ഷാത്മഭിരാത്മനസ്യാത് അതോ ന ബന്ധനൈവ മോക്ഷസ്യതാം നിഗാമത്വൈനോദ്വേകാം പ്രിയോദിതോയം ജഗതോ ഹിതായ രാമേണ പദഃ പുരാണാഭ്യേനവാഗന്ധപദൈരസത്വിസ്തദാ ഭവാൻ സത്വഗുണം വിഭർത്തി സത്വം ഭവദ്യ വസേവ ഗൃഹേ വദീർണ സംശേന ഭാരമപനേതുകാശി ഭൂമി അക്ഷോഹിണീ ശതവധേന സുധേതരാം ശരാജ്ഞാമുഷ്യ കുലശേഷോഹിതന്വൻ അദ്യേശനോ വസുദയാഖിർഭുരിഭാഗാം സർവദേവ പിതൃഭൂതം ദേവമൂർത്തി യദി പാർശൗജസലിലം ജഗൽ പുനാദി സത്വം ജഗൽ പുരധോ ക്ഷിജയാ പ്രവിഷ്ട പണ്ഡിതൗതപരം ശരണം സമീയാദ് ഭക്തപ്രിയാദഗിര സുഹൃത കൃതജ്ഞാ സർവാൻ ദദാത് സുഹൃദോ ബദ്ധോ വികാമാനാത്മാനമഭ്യുപയാഭയചവോ നയസ്യാം ദൃഷ്ട്യാജനാർദ്ദനഭവാനിഹ ന പ്രതീതോ യോഗീശ്വരൈരപി സുരാവഗതി സുരേഷൈച്ഛിദ്യാഷു ന സുതകമേഹദേഹാദിമോഹനശനാം ഭവനീയമായാം ശ്രീശുര ഉവാചായിത്യസംസ്കൃതശ്ച ഭക്തേന ഭഗവാൻ ഹരിയക്രൂരസംവിധപ്രാകീർഭി സമോമിവാം ശ്രീ ഭഗവാൻ വാചാത്വം ഭഗവാൻ
പാരമഹംസ്യമുദ്രായ മനസ്സേ പൂർവാബ്ധേ അഷ്ടചത്വാരിംശതമോധ്യായഃ സർവത്ര ഗോവിന്ദനാമകീർത്തനം. ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് നല്ല സുഖമുണ്ടായിരിക്കണം, നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. അതാണ് രുക്മിണി ദേവി നമ്മളോട് പറഞ്ഞിരുന്നത്. ആരെ പതിയായിട്ട് ലഭിക്കണം? കൃഷ്ണനെ പതിയായിട്ട് ലഭിക്കണം. പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി ഇതി പതി, രക്ഷിക്കുന്നയാളെയാണ് പതി എന്ന് പറയുന്നത്. അല്ലെ, ഭഗവാൻ പതിയായിട്ട് തീരണം, കൃഷ്ണൻ പതിയായിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ ഈ ലോകത്തുള്ള ഓരോരോ ആൾക്കാരെ ഇങ്ങനെ ഭർത്താവായിട്ട് തീരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട കാര്യമാണോ? ഈ ലോകത്തുള്ള ആർക്കെങ്കിലും നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? അല്ലെ, ഒരാൾക്കും രക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് ഭാഗവതത്തില് ആദ്യത്തെ ഒരു പ്രാർത്ഥന. ആരാ പ്രാർത്ഥിക്കുന്നത്? ഉത്തരാദേവിയാണ് ലോകത്ത് രക്ഷിക്കാൻ വേണമെങ്കിലാണ് തുല്യ ഭഗവാനെ. അല്ലെ, ഭയങ്കരമോ രക്ഷിക്കാൻ ആലോചിച്ചതുപോലെ ഒരാൾക്കും രക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാൻ മാത്രമേ രക്ഷിക്കുള്ളൂ എന്ന് ഉറപ്പാവുന്ന സമയത്ത് നമുക്കൊരു കിണിയില്ല. അല്ലെ, ഭഗവാൻ മാത്രമേ ഉള്ളൂ നീ എന്നെ ഭയങ്കര യോഗ. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ടേ ഞങ്ങളിങ്ങനെ പൂജയ്ക്കുന്ന സമയത്ത് പല ആൾക്കാർ ഓരോ പുഷ്പാഞ്ജലിയാണ്. മേനേജ് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ടുള്ള പുഷ്പാഞ്ജലി അല്ലേ? ഇങ്ങനെ അനുകൂലമാവോ? ജീവിതമൊക്കെ അനുകൂലമായിട്ട് മാറണം അല്ലേ? അപ്പോഴേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. അല്ലേ, ആ സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛതി. നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന നല്ല പ്രവൃത്തികൾ അങ്ങനെ നമ്മളെ പിന്നാലെ വന്ന് വയസ്സാവുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ നല്ല രീതിയിലാണ് നമ്മൾ എടുത്തുന്നുണ്ടെങ്കിലോ അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലേ, ഭാര്യയ്ക്കൊക്കെ എന്തൊരു സ്നേഹം അല്ലേ. കല്യാണം കഴിഞ്ഞ് ആ സമയത്തുള്ള സ്നേഹം ഒരു തരിയും കുറവില്ല അല്ലേ. സാധാരണ ഇങ്ങനെ വയസ്സായി വരുന്ന സമയത്തുള്ള സ്ഥിതി എന്താ? പിന്നെ ഒരുമിച്ചൊന്നും നടക്കില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി എന്ന് അറിയണച്ചാൽ എന്ത് ചെയ്താൽ മതി. സാധാരണക്ക് നമ്മൾ പറയാ എങ്ങനെയാ അല്ലെ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കായലായി എന്ന് അറിയണച്ചാൽ നടക്കണത് കണ്ടാൽ മതി. ഭാര്യ ഭർത്താവും കൂടി നടക്കുന്നത് കണ്ടാൽ മതി. ആദ്യത്തെ കൊല്ലമൊക്കെയുള്ള സ്ഥിതി എന്താ? ഫെവിക്കോൾ വെച്ചൊട്ടിച്ചിട്ട് കൊല്ലാണ് കല്യാണം കഴിഞ്ഞിട്ട് നടക്കണത് കണ്ടല്ലേ. ഒരുമിച്ച് എങ്ങനെ ഫെവിക്കോൾ വെച്ചൊട്ടിച്ചത് പോലെ ഒരു കൊല്ലം കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്ത്, 2 കൊല്ലം കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്ത് അല്ലേ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാലോ തലമുടിയുടെ നിറം അറിയാൽ ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, നീ എന്താ വരാത്തത്? പാലക്കാട്ട് പോണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ അവിടെ ഇരുന്ന് പറയും, നിങ്ങൾക്കാണ് നടന്നൂടെ മനുഷ്യ, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി? നാളെ തന്നെ നമ്മൾ ഒരുമിച്ച് നടക്കണത് കണ്ടിട്ട് ആരും ചോദിച്ചില്ലേ നിങ്ങളൊക്കെ അച്ഛനാണ് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെ? അപ്പൊ കുറച്ചങ്ങനെ കഴിഞ്ഞിട്ടേ ആൾക്കാർ വിചാരാതെ ഞാൻ വന്നതല്ല. ഓരോ നിരൂപണകൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് സാധാരണ എന്തുണ്ടാവും? സ്നേഹം ഇങ്ങനെ കുറഞ്ഞു അതൊക്കെ മനുഷ്യ സമ്പ്രദായമാണെന്ന്. വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യ സമാധേ പ്രാണാവശേഷോ സ്മരൻ വിരൂപകരണം വിദധാത്മനോരക്ഷാം ചക്രേ ഭോജഗണനാമാവാസായം അഹദ്വാദുപദം കൃഷ്ണം അപ്രത്യോഷീയസി പുണ്യം നപ്രവേക്ഷ്യാമി
ഭൂമിപാൻ അഭൂതനന്യഭാവാനാം കൃഷ്ണേ രുക്മിണ്യാഹരണം ശ്രുത്വാനീയമാനം പദസ്പദ രാജാനോ രാജകന്യാശ്ച രുക്മിണി സമേതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലാണ് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകാൻ പ്രാർത്ഥിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയാനായിരിക്കാൻ പ്രാർത്ഥിച്ച് പണമടയ്ക്കേണ്ടത് പണമടയ്ക്കാൻ അല്ലെങ്കിൽ കാത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മണ്ഡപത്തിന് മുന്നിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. രുക്മിണി ദേവിയുടെ വിഗ്രഹവുമായി വന്ന അവരെ ആദ്യം പണമടയ്ക്കും. അതിനുശേഷം മറ്റുള്ള ആളുകൾ വന്ന പണം നടക്കുന്നതായി അറിയിക്കും. രുക്മിണി ദേവിയുടെ വിഗ്രഹവുമായി വന്നവരെ ആദ്യം പണമടയ്ക്കും എന്നുള്ള സൗകര്യകാലമായിട്ട് ചെയ്തു. ഗോവിന്ദനാമസുന്ദരിയാത്തനം ഗോവിന്ദ ഗോവിന്ദ ദേവിയുടെ പണം നടക്കും. മറ്റുള്ള ആളുകൾക്ക് വന്ന പണം നടക്കാം, ആഗ്രഹിക്കുന്നവർക്ക് പണം നടക്കാം. സർവ്വ ഐശ്വര്യത്തിനെ പ്രാർത്ഥിച്ചിട്ടാണ് പണം നടക്കുന്നത്. വിവാഹം കഴിയാത്തവർക്ക് വിവാഹ തടസ്സം ഇല്ലാതായി തീരാൻ പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞവർക്ക് സർവ്വ ഐശ്വര്യത്തിനെ പ്രാർത്ഥിച്ച് പണം നടക്കുന്നതായിരുന്ന സമയമാണ്. ആഗ്രഹിക്കുന്നവർക്ക് വന്ന പണം നടക്കാവുന്നതാണെന്ന് അറിയിക്കുന്നു. ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണനായി നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾ ശ്രീകൃഷ്ണനായിട്ടാണ് ഇരിക്കുന്നത്. ശ്രീകൃഷ്ണൻ എന്നാൽ ശ്രീ സമേതനായിട്ട് ഉള്ള ഭഗവാൻ, ഐശ്വര്യത്തിന്റെ ദേവത എന്ന് പറഞ്ഞാൽ രുക്മിണി ദേവിയോട് കൂടിയിരിക്കുന്ന കൃഷ്ണനെയാണ് ശ്രീകൃഷ്ണൻ എന്താ പറയാ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. പണം നടക്കുന്ന ആൾക്കാരെ ഓരോരുത്തരായിട്ട് പ്രധാനത്തിൽ വന്ന് പണം നടക്കുന്നതായിട്ട് കൂടി അറിയിക്കുന്നു. ദ്വാരകായ കൃഷ്ണം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യാം നാമ തദുപഞ്ചാശതമോധ്യായ സർവത്ര ഗോവിന്ദനാമസംകീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ
Hare
സ്വയംവരമാണ് നമ്മൾ പാരായണം ചെയ്ത സമർപ്പിച്ചത്.